നമസ്കാരം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇന്ന് നമ്മളിതിനെ പുതിയ കൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കൂട്. അപ്പോൾ ഇതിനകത്ത് ഈ പച്ച കളർ കാണുന്നത് അടിയിലേക്ക് വെള്ളം പോയി പുറത്തൊരു ഓവ് വഴി വെളിയിൽ പോകും. അപ്പം ഇപ്പുറത്തെ സൈഡിൽ അതിനൊരു ഡ്രൈ ബെഡ്, അത് നമ്മൾ ചിന്തേരി പൊടിയും ചകിരിച്ചോറിൻ്റെ ബ്ലോക്സുമാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈർപ്പം പിടിക്കുന്നതനുസരിച്ച് ചകിരിച്ചോറ് വലുതായി അതിനകത്ത് അത് കൂടിലേക്ക് സ്പ്രെഡ് ചെയ്യും, ഈർപ്പം ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പം മറ്റേത് വെള്ളം ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോവുകയും ചെയ്യും, ഇല്ലെങ്കിൽ കൂട് പെട്ടെന്ന് ചീത്തയാവും. അപ്പം ഒമ്മേരെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒമ്മേരെ നമ്മൾ ഈ വിടുമ്പോഴത്തേന് വളരെ ഫെമിലിയർ എൻവയോൺമെൻറ്റിൽ കയറും പോലെയാണ് ഇതിനകത്ത് കയറുന്നത്. ഒരു ബഹളവുമില്ല, നന്നായിട്ട് കയറുന്നുണ്ട്. ചെന്നോടനെ പുതിയ ഏരിയ, ആ പേടി മാറാനായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് പതുക്കെ ആ ബെഡിലേക്ക് ഇറങ്ങി തുടങ്ങി. ബെഡ് വളരെ സോഫ്റ്റ് ബെഡാണ്, അപ്പോൾ ചാടുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും അതിനില്ല. അത് ചാടി അതിനകത്തൊക്കെ എൻജോയ് ചെയ്തു. പക്ഷേ അതിനകത്തൊരു പ്രശ്നം പറ്റുന്നത് ഈ ചിന്തയിൽ ആ ഒരു വുഡ് ഉണങ്ങാത്ത വുഡായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മണം കാരണം ഇത് കൊത്തി കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എന്നാലും അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് കഴിക്കുന്നുണ്ട്. പുതിയൊരു എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മളൊരു വാഴത്തടയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം വാഴത്തട നന്നായിട്ട് കഴിക്കുന്ന ഒരിതാണ്. ഫീഡ് നമ്മൾ കൊടുത്തു, ഫീഡ് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്, വെള്ളവും കുടിക്കുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക് ഡ്രിങ്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് വർക്കൗട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ കണക്ഷനുകൾ കൊടുക്കാനുണ്ട്. അപ്പം എന്തായാലും ആസ് സച്ച് ഹാപ്പി, വെരി ഹാപ്പി.